ഇപ്പോൾ മിഥുൻ എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ ട്രീ വാലി റിസോർട്ടിലെ ജീവനക്കാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുണ്ടക്കയിലെ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് നാട്ടുകാരടക്കം ധാരാളം പേര് ഈ ട്രീ വാലിയിലേക്കാണ് ഓടിക്കയറിയത്. അവിടെ നിന്ന് മിഥുൻ എന്ന ജീവനക്കാരൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മിഥുൻ, കേൾക്കാമോ? മിഥുൻ, നിങ്ങൾ സുരക്ഷിതരാണോ? എന്താണ് അവിടുത്തെ സാഹചര്യം? നിലവില് ഇപ്പൊ മഴയ്ക്ക് ലേശം കുറവുണ്ട്. ഞങ്ങളിപ്പോ സുരക്ഷിതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി നിൽക്കുന്നത്. ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എത്ര പേരുണ്ട് മിഥുൻ അവിടെ? ഇവിടെ ഒരു 10-60 പേരോളം ഈ റിസോർട്ടിലും അതിന്റെ തൊട്ട് താഴെയായിട്ട് കുറഞ്ഞ ആളുകളുണ്ട്. നിങ്ങൾ മുണ്ടക്കൈ മേഖലയിലാണ് അല്ലേ? അതെ അതെ, മുണ്ടക്കൈ ഈ ഉരുളുപൊട്ടിയ തുടക്കത്തിലുള്ള. മിഥുൻ, അതായത് നമുക്ക് ഏറ്റവും വലിയ ആശങ്കയുള്ളത് ഈ ചൂരൽമല മുണ്ടക്കൈ പാലവും റോഡും ഒക്കെ ഒലിച്ചു പോയെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് എന്ന് നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. അവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇവിടെ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് വേറെ ഒന്നുമില്ല. ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ആകെ ഒരു 5-6-10 വീടുള്ളൂ. ബാക്കി വീടുകളോ കാര്യങ്ങളൊന്നും കാണില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളെ അടുത്ത കൂട്ടുകാരൊക്കെ ഇപ്പോൾ അവരെ വീട്ടിൽ കുടുങ്ങി കിടക്കുകയാണ്. കുടുങ്ങാന്ന് പറഞ്ഞാൽ അവരെ ബാക്കിയുള്ളവരെല്ലാവരും മരണപ്പെട്ടു. ഒരാൾ മാത്രം കുടുങ്ങിയിട്ട് രക്ഷിക്കാൻ പറ്റാതെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനത്തെയൊക്കെ അവസ്ഥകളാണുള്ളത്. മിഥുന, അറിയാവുന്ന വീടുകളിലൊക്കെ ഈ പറയുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. മിഥുന ഈ മുണ്ടക്കൈ സ്വദേശിയാണോ? അതെ അതെ, മുണ്ടക്കൈ സ്വദേശി. ഈ ഉരുളുപൊട്ടിന്റെ തൊട്ടടുത്ത് ആണല്ലേ. മിഥുന്റെ വീട്ടിലുള്ളവരൊക്കെ സുരക്ഷിതരാണോ? ആ, സുരക്ഷിതരാണ്. വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അല്ലേ? അതെ അതെ, വിളിച്ചു. അതിനടുത്ത മേഖലയിലെ സാഹചര്യം എന്താണ്? മിഥുൻ, വീട്ടുകാരെന്താണ് പറഞ്ഞത്? അതിന് ഓരോരുത്തരും നമുക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എല്ലാവരും മൊബൈലും സ്വിച്ച് ഓഫ് ആണ്. പിന്നെ നമ്മളെ അടുത്തുള്ളവരെ വിളിക്കുമ്പോൾ തന്നെ നമ്മളെ അടുത്തുള്ളവരൊക്കെ കുറെ വീഡിയോകളൊന്നും കാണുന്നില്ല വന്ന് നോക്കുമ്പോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. ഇലക്ട്രിസിറ്റി ഉണ്ടോ അവിടെ? ഇലക്ട്രിസിറ്റി ഉണ്ടോ? ഇല്ല. ഈ നെറ്റ്വർക്കിന്റെ പ്രശ്നവും ഉണ്ട് അല്ലേ? ഇലക്ട്രിസിറ്റി ഇല്ല. കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ മുഴുവനായിട്ട് പോയി ചൂരമല അങ്ങനെ ഏരിയയിൽ മുഴുവനായിട്ട് പോയിക്കല്ലേ. ശരി, നിങ്ങൾക്ക് 10-60 പേരുണ്ട് അവിടെ അല്ലേ? 60 പേരിന്റെ മുകളിലുണ്ടാവും. അവിടെ താമസിക്കാൻ എത്തിയവരും മറ്റ് സമീപ പ്രദേശവാസികളും ഒക്കെ ഉണ്ട്. അതെ അതെ. പരിക്ക് പറ്റിയവരുണ്ടോ മിഥുൻ കൂടെ? പരിക്ക് പറ്റിയവരുണ്ട്. കൈയും കാലൊക്കെ മുറിയായിട്ടും അങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഒരാളെ രക്ഷിക്കാൻ കഴിയാത്തൊരു ഭയങ്കര എന്താ പറയാ, അവന്റെ സ്വന്തം ഉപ്പയും പിന്നെ മറ്റുള്ളവരൊക്കെ അവന്റെ കൂടെ മരണപ്പെട്ട് നിൽക്കുകയാണ്. ഇവനക്ക് അകത്തുനിന്ന് കയറാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഈ അപകടത്തിൽ ഓടി എത്തിയവരാണ് അല്ലേ? അതെ അതെ. നിങ്ങൾ ഈ ജില്ലാ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായോ? നിങ്ങളുടെ അടുത്തേക്ക് നമ്മള് പൊതുവെ നമ്മളെ കയ്യിലുള്ള നമ്പറുകളൊക്കെ ഉപയോഗിച്ച് നമ്മളെല്ലാവരും കോൺടാക്ട് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ മറ്റുള്ളവർക്കൊക്കെ ഓരോ സ്ഥലത്തുനിന്നും ഇതേവരെ ഇങ്ങനെ കോളുകൾ വരുന്നുണ്ട്. നമ്മളവരോടെല്ലാം സംസാരിക്കുന്നുണ്ട്. ശരി, എന്തായാലും നിങ്ങൾ സേഫായി നിൽക്കുകയാണല്ലോ. ഈ പറയുന്ന ദുരന്ത മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളിലേക്കൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പോകുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ? പിന്നെ ഭക്ഷണവും കാര്യങ്ങളും നമ്മൾ ഇതുവരെ നിലവിൽ കഴിച്ചിട്ടൊന്നുമില്ല. നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല നിൽക്കുന്നത്. കാരണം നമ്മളെ ഉറ്റവരും സുഹൃത്തുക്കളും എല്ലാവരും നമ്മളെ പോയി എന്നുള്ളതാണ് നമ്മൾ അറിയപ്പെടുന്നത്. നിങ്ങൾ ആളുകളെ വിളിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അതെ അതെ. നിലവില് എന്റെ കൂട്ടുകാരനാണ് ആ പുഴയിൽ കിടന്നിട്ട് പിന്നെ കയറാൻ പറ്റാഞ്ഞിട്ട് നിൽക്കുന്നത്. അതായത് നേരത്തെ ആ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന മിഥുന്റെ കൂട്ടുകാരനാണ്. അതെ അതെ അതെ. മിഥുൻ എങ്ങനെയാണത് മനസ്സിലായത്? അത് അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അരുൺ എന്നാണ് പേര്. അപ്പൊ അരുണാണ് ആ കുടുങ്ങി കിടക്കുന്നത്. അവിടുന്ന് മറ്റുള്ളവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അരുണിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലേ? അരുണാണെന്നാണ് അവിടുന്ന് വിളിച്ചു പറഞ്ഞത്. ഈ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരാണോ വിളിച്ചു പറഞ്ഞത്? അതെ അതെ. അതിന്റെ തൊട്ടപ്പുറത്ത് വീടുകളിലുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞത്. ഓ ശരി. ഈ അരുണിനെ പറ്റിയുള്ള വിവരങ്ങൾ പിന്നീട് കിട്ടുകയുണ്ടായോ? രക്ഷിക്കാൻ പറ്റിയോ നിലവിൽ? ഇല്ല, നിലവിൽ ഇപ്പൊ വേറെ ഒരു കാര്യങ്ങളും അറിയുന്നില്ല. നമുക്ക് അങ്ങോട്ട് പോയി എത്തിപ്പെടാൻ നമുക്ക് ഏതൊരു അവസ്ഥയുള്ളത്. ശരി, എന്തായാലും മിഥുൻ, വളരെയധികം നന്ദി. മിഥുനെ ഇടയ്ക്ക് വിളിക്കുകയും ചെയ്യാം. നിങ്ങൾ എന്തായാലും സേഫ് ആണല്ലോ, സമാധാനമായിട്ടിരിക്കും. മറ്റുള്ളവരെ സമാധാനിപ്പിക്കുകയും ചെയ്യും. മിഥുൻ, അത്രയല്ലേ പറയാൻ കഴിയുള്ളൂ. ഇവിടുന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഓക്കെ. ശരി മിഥുൻ.